3 ദിവസത്തെ ഗ്യാപ്പിൽ മത്സരം കളിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്ലേയേഴ്സ് ടയർഡ് ആയിരിക്കും. എന്നാൽ ആ ക്ഷീണത്തെയും മറികടന്നുകൊണ്ടാണ് ഈ സമയത്തിനിടയിൽ 2 ISL ഭീമന്മാരെ ബ്ലാസ്റ്റേഴ്സ് മുട്ടുകുത്തിച്ചത്. ഇത് തന്നെയാണ് ഈ ഒരു പുതിയ ടീമിന് മേൽ ഇത്രയധികം ഹോപ്പ് ഉടലെടുക്കാൻ കാരണമാകുന്നത്. പ്രധാന താരങ്ങൾ ഇഞ്ചുർഡായി പുറത്തു പോയപ്പോൾ അതിന് ബദലായി ബ്ലാസ്റ്റേഴ്സ് മെനഞ്ഞെടുത്ത ഈ പുതിയ ടീം ഒരുപക്ഷെ പഴയതിനേക്കാൾ മികച്ചതായി കളിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അഡ്രിയൻ ലൂണയുടെ ചിറകിൽ ഒതുങ്ങി പറക്കുന്ന ആ ഒരു ടീമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്ക് തന്നെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്താണവ ഒന്ന് ചിന്തിച്ചു നോക്കൂ. എഗെയിൻ അവയിലേക്ക് കടക്കുന്നതിന് മുമ്പേ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്നാമത്തെ കാര്യം, ബോൾ വിൻ ചെയ്യാനുള്ള അഗ്രസീവ് ഗെയിം പ്ലേ ആണ്. നമുക്കറിയാം അഡ്രിയൻ ലൂണ വളരെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്ത് ഒരുപാട് ടാക്കിളുകൾ നടത്തുന്ന ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ നിന്ന് പ്രസിന്റെ പുറത്താണ് ഹോൾ സിസ്റ്റം നിലനിന്നിരുന്നത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് മറ്റ് മേഖലകൾ കുറച്ചുകൂടി തണുത്തതായിരുന്നു. എസ്പെഷ്യലി ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ജീക്സൺ സിംഗിന് 2 ബോൾ റിക്കവറി പോലും ആവറേജ് ഉണ്ടാവാറില്ലായിരുന്നു ഗെയിമിൽ. എന്നാൽ അസറും എയ്മനും നവോച്ചയും അടങ്ങുന്ന പുതിയ ടീം വളരെ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യുന്നു. ലൂണ ഇല്ലാതെ തന്നെ ബോൾ സ്നാച്ച് ചെയ്യുന്നു. അതായത് ലൂണയുള്ള സമയത്ത് ഫൈനൽ തേർഡിൽ വെച്ച് പന്ത് റിക്കവർ ചെയ്യുന്ന ബെസ്റ്റ് ടീമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് എങ്കിൽ ഇന്ന് ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിലും ഡിഫൻസ് ലൈനിലും വെച്ച് പന്ത് കൂടുതൽ റിക്കവർ ചെയ്യുന്ന ടീമാണ്. മുൻ വീഡിയോസിൽ അതിന്റെ തെളിവുകൾ നമ്മൾ കണ്ടു. മിഡ്ഫീൽഡിനൊപ്പം നമ്മുടെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ 2 വിദേശ കളിക്കാരാണോ എന്നുള്ളത്, അവർ ലീഗ് ലെവലിനനുസരിച്ച് ഫോമിലേക്ക് ഉയർന്നു എന്നുള്ളതും ഈ നമ്പർ ഉയരുന്നതിന് കാരണമായി. മാത്രമല്ല എയ്മന്റെ ബോൾ റിക്കവറി സ്റ്റാറ്റ്സ് സക്കായിയേക്കാൾ മുകളിലാണ് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ്. ഇതിന്റെ ആകെ തുകയാണ് മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ കണ്ടത്. മുംബൈക്കെതിരെ 24 ഇന്റർസെപ്ഷൻസ് ആണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയത്. ഇത് ISLലെ ഒരു റെക്കോർഡ് നേട്ടം തന്നെയാണ്. ഇവിടെയാണ് മറ്റൊരു താരത്തിന്റെ പേര് കൂടെ മെൻഷൻ ചെയ്യപ്പെടുന്നത്. റൈറ്റ് ബാക്ക് സ്ഥാനത്തേക്ക് ആര് വേണമെന്ന് ചോദിക്കുമ്പോൾ പ്രബീർ ദാസിനെയാണ് എല്ലാവരും പോളിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവാൻ വുക്കോമനോവിച്ച് സെലക്ട് ചെയ്യുന്നത് പ്രിതം കോട്ടലിനെയാണ്. നമ്മൾ പ്രിതം വേണ്ട എന്ന് പറയാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഒരു ഫുൾ ബാക്കിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു ബോൾ പ്ലേയിങ് എബിലിറ്റി അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് തന്നെ. എന്നാൽ ISL ഏറ്റവും കൂടുതൽ ഇന്റർസെപ്ഷൻസ് നടത്തുന്ന കളിക്കാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 1ാം സ്ഥാനം പ്രിതം കോട്ടലിനാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിനൊപ്പം ഈ ബോൾ വിന്നിംഗ് എബിലിറ്റി കൂടെ ചേർത്ത് വെക്കുമ്പോൾ അത് കറന്റ് സിസ്റ്റത്തിന് മുതൽക്കൂട്ടാവുമെന്ന് ഇവാൻ വുക്കോമനോവിച്ച് ചിന്തിച്ചിട്ടുണ്ടാകും. 8ാമത്തെ മിനിറ്റിൽ ഹ്യൂഗോ, കമ്മിൻസ് ആൻഡ് കിയാൻ നസീരി എന്നിവർ ഒരു വൈറ്റ് ട്രയാങ്കിൾ സൃഷ്ടിക്കുന്നു. പന്ത് ഹ്യൂഗോ ബോമസിന്റെ കാലുകളിലാണുള്ളത്. ഹ്യൂഗോ കമ്മിൻസിലേക്ക് പാസ് നൽകി മുമ്പിലേക്ക് ഒരു റൺ എടുക്കുന്നു. കമ്മിൻസ് കിയാൻ നസീരിലേക്ക് പാസ് ചെയ്യുന്നു. കിയാൻ റൺ എടുക്കുന്ന ഹ്യൂഗോ ബോമസിലേക്ക് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ വരെ ഓക്കെ. പക്ഷെ ആ പാസ് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് പ്രിതം കോട്ടൽ ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ്. അവിടെ നിന്ന് രാഹുലിലേക്ക് ഒരു പാസ് നൽകുന്നു. പക്ഷെ സൂപ്പർ പാസ് ഒന്നും പറയാനില്ല. പക്ഷെ രാഹുൽ ഇത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പൊസഷൻ ബ്ലാസ്റ്റേഴ്സിന്റെ കാലുകളിലേക്ക് വരുന്നു. ഈ പൊസഷനിൽ നിന്നാണ് ഒടുവിൽ ദിമി നേടിയ ഗോൾ ഉണ്ടല്ലോ അതിലേക്ക് പന്തെത്തുന്നത്. അതുകൊണ്ടാണ് ചെറുതെന്ന് തോന്നുമെങ്കിലും ഇത്തരം ബോൾ വിന്നിംഗ് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞു വെക്കാൻ വേണ്ടി പറയുന്നതാണ് പ്രിതം കോട്ടലിന്റെ മാസ്റ്റർ പീസ് ഐറ്റം ഇതാണ്. ഇതിലൂടെയാണ് അദ്ദേഹത്തിന് ഇന്റർസെപ്ഷൻസിന്റെ അളവ് കൂടുന്നത്. ഇവിടെ മോഹൻ ബഗാൻ പുറകിൽ നിന്ന് പൊസഷൻ കളിക്കുന്നു. സെന്റർ ബാക്കിന്റെ കാലിൽ നിന്ന് ലെഫ്റ്റ് ബാക്കിന്റെ കാലുകളിലേക്ക് പന്ത് പോകുന്നു. ഇനി ലെഫ്റ്റ് ബാക്കിന്റെ കാലുകളിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങറിലേക്ക് പാസ് പോവില്ലേ, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രസിംഗ് ട്രിഗർ. ഇതിനു വേണ്ടി അദ്ദേഹം വെയിറ്റിംഗ് ആയിരിക്കും. അങ്ങനെ ഒരു പാസ് പോയാൽ അത് പ്രിതം കോട്ടൽ റാഞ്ചാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ അദ്ദേഹം പന്ത് റാഞ്ചുകയാണ്. പന്ത് നേരെ ദിമിയുടെ കാലുകളിലേക്ക്. മറ്റൊരു ബോൾ വിന്നിംഗ് സിറ്റുവേഷൻ. കളിയുടെ 3ാമത്തെ മിനിറ്റ് നോക്കുക. ലെഫ്റ്റ് സെന്റർ ബാക്കിന്റെ കാലുകളിൽ പന്തുണ്ട്. അദ്ദേഹം ലെഫ്റ്റ് ബാക്കിലേക്ക് പാസ് നൽകുന്നു. ലെഫ്റ്റ് ബാക്ക് ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് വിങ്ങറിലേക്ക് പാസ് നൽകുന്നു. പക്ഷെ അവിടെ പ്രിതം കോട്ടൽ കൃത്യമായിട്ട് ഇടപെട്ട് പന്ത് വിൻ ചെയ്യുന്നു. രാഹുൽ ഡാനിഷിലൂടെ പ്രിതത്തിലേക്ക് തന്നെ ആ പാസ് തിരിച്ചെത്തുന്നു. പ്രിതം മുമ്പിലേക്ക് കളിക്കുന്നു. ഒരു ലോങ് പാസ് കളിക്കുന്നു നേരെ ദിമിത്രിയോസിലേക്ക്. ആ പന്ത് ക്ലിയർ ചെയ്യുന്നതിന് മോഹൻ ബഗാന്റെ ഡിഫൻസിന്റെ പിഴവ് മൂലമാണ് 4ാം മിനിറ്റിൽ ദിമിത്രിയോസിന് ഒരു ഗോൾഡൻ ചാൻസ് ലഭിക്കുന്നത്. എന്നാൽ ദിമിത്രിയോസിന്റെ ഷോട്ട് നിർഭാഗ്യവശാൽ പോസ്റ്റിന് തൊട്ടുരുമി മുകളിലൂടെ പോകുന്നു. ഇത്തരത്തിൽ ഡിഫൻസ് ടു അറ്റാക്ക് ട്രാൻസിഷനിൽ പ്രിതത്തിന്റെ എക്സ്പീരിയൻസ് ആൻഡ് ബോൾ വിന്നിംഗ് എബിലിറ്റി നമുക്ക് യൂസ് ആവുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രധാന ഡീമെറിറ്റ് എന്താണ്? മറ്റ് ടീമുകളെ അപേക്ഷിച്ച് പന്ത് കാലിൽ വെച്ച് കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. 15ാമത്തെ മിനിറ്റ്. ഇതൊക്കെ ഒറ്റ ഗെയിമാണെന്ന് ഓർക്കുക. ലെഫ്റ്റ് സെന്റർ ബാക്കിൽ നിന്ന് ലെഫ്റ്റ് ബാക്കിലേക്ക് പാസ് പോകുന്നു. ലെഫ്റ്റ് ബാക്കിൽ നിന്ന് ലെഫ്റ്റ് വിങ്ങറിലേക്ക് പാസ് പോകുന്നു. വന്ദ സുട്ട സത്ത റിപ്പീറ്റ്. എന്ത് സംഭവിക്കുന്നു? ലെഫ്റ്റ് വിങ്ങറിലേക്ക് എത്തുമ്പോൾ തന്നെ പ്രിതം കോട്ടൽ അത് റാഞ്ചുന്നു. പക്ഷെ പ്രിതം കോട്ടൽ അവിടുന്ന് നേരെ നൽകുന്ന പാസ് ആരിലേക്ക്? 22ാം നമ്പറുകാരനല്ല ദീപക് ടാങ്ക്രിയിലേക്ക്. ഇവിടെയാണ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നതിലെ ഡീമെറിറ്റ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ പോയിന്റ് എന്തായിരുന്നു?
മൊത്തത്തിൽ ഈ ടീമിന്റെ ആകെ തുകയായിട്ട് ഒരുപാട് ബോൾ വിന്നിംഗ് നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലൂണ സെൻട്രിക് ആവുന്നത് ഡിഫൻസീവ് ആസ്പെക്ട്സിൽ മാത്രമല്ല. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് കൗണ്ടർ അറ്റാക്കിംഗ് ആണ്. മുൻപ് നമ്മൾ എതിർ ടീമിന്റെ കയ്യിൽ നിന്ന് പന്ത് വിൻ ചെയ്തു എന്ന് കരുതുക. അവിടെ നമ്മൾ എന്ത് കണ്ടില്ല? അർജൻസി കണ്ടില്ല. അവിടെ 2 പാസ് ചെയ്യും, പുറകോട്ടേക്ക് നൽകും. പന്തെടുത്ത് മുമ്പേറുന്ന കഴിവിലല്ല വ്യത്യാസം വന്നത്, പക്ഷെ അർജൻസിയിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം മുമ്പായിരുന്നെങ്കിൽ വീണ്ടും ബിൽഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, നമ്മൾ ലൂണയിലേക്ക് വീണ്ടും പാസ് ചെയ്യുന്നു, ലൂണയിലൂടെ വീണ്ടും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പന്ത് വിൻ ചെയ്തോടെ തന്നെ എങ്ങനെ കൗണ്ടർ അറ്റാക്ക് ആരംഭിക്കാം എന്നുള്ളതിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം തോറ്റുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ പലതവണ പറഞ്ഞതാണ് ബ്ലാസ്റ്റേഴ്സ് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നില്ല, ഒഴിവാക്കുകയാണ് എന്നുള്ളത്. എന്നാൽ ഇത്തവണ നമ്മൾ കൗണ്ടർ അറ്റാക്കിനും പ്രാധാന്യം നൽകുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പെപ്ര പന്തെടുത്ത് മുമ്പിലേക്ക് നീങ്ങി കുറച്ച് സ്റ്റെപ്പ് ഓവറൊക്കെ നൽകി സിൽക്കി ആയിട്ട് പന്ത് ടച്ച് ചെയ്ത് മുമ്പിലേക്ക് ഇട്ട് ഷോട്ട് അടിക്കുന്ന ആ ഒരു ഇവന്റ്. ആ ഷോട്ട് ഡിഫൻഡറുടെ ദേഹത്ത് തട്ടി വെളിയിലേക്ക് പോകുന്നു. പക്ഷെ അത് എവിടെ നിന്നാണ് ആരംഭിച്ചത്? 42ാമത്തെ മിനിറ്റിൽ MBSG റൈറ്റ് ഫ്ലാങ്കിൽ നിന്ന് അവരുടെ സ്ട്രൈക്കർ പെട്രറ്റോസ് റൈറ്റ് ഫുട്ട് കൊണ്ട് നൽകിയ ഒരു ക്രോസ്. അത് പോയി വീഴുന്നത് കമിൻസിന്റെ കാലുകളിൽ തന്നെയാണ്. പക്ഷേ നമ്മുടെ 4 താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെയോ പന്ത് വിൻ ചെയ്യുന്നു. പന്ത് അവിടെ നിന്ന് സെന്റർ ബാക്ക് ഡ്രിഞ്ചിച്ചെടുത്ത് മുമ്പിലേക്ക് നീങ്ങുന്നു. അവിടുന്ന് പ്രഥം കോട്ടനിലേക്ക്, അവിടുന്ന് രാഹുൽ KPയിലേക്ക്, രാഹുൽ ഡാനിഷിലേക്ക് നൽകുന്നു. ഡാനിഷ് പന്തെടുത്ത് മുൻപിലേക്ക് തന്നെ പോകുന്നു. മുമ്പിലുള്ള ദിമിയിലേക്ക് പാസ് നൽകുന്നു. ദിമി അത് ബോൾ ഷീൽഡ് ചെയ്ത് വെക്കുന്നു. ശേഷം ഫ്രീ ആയി നിന്ന അസറിലേക്ക് അദ്ദേഹം പാസ് ചെയ്യുന്നു. അസറാണ് പെപ്രയിലേക്ക് പാസ് നൽകുന്നതും പെപ്ര പിന്നീട് അത് ഒരു സ്കില്ല് കാണിച്ച ശേഷം ഷോട്ട് എടുക്കുന്നു. കൗണ്ടർ അറ്റാക്ക് നടത്താൻ കിട്ടിയ അവസരങ്ങളിൽ നമ്മളത് ചെയ്യുക തന്നെ വേണം. ടീമിലെ എനർജിക്ക് കാരണമെന്ന് തോന്നിക്കുന്ന പ്രധാനപ്പെട്ട 2 മാറ്റങ്ങൾ ഇവ തന്നെയാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഭാഗം അവിടെയുണ്ട്. അവയാണ് സെറ്റ് പീസുകൾ. ലൂണയ്ക്ക് ശേഷം വന്ന വിപിൻ അത്യാവശ്യം നന്നായി അറ്റാക്കിംഗ് സെറ്റ് പീസുകൾ കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ വിപിനെ കൂടെ നഷ്ടപ്പെട്ടതോടുകൂടി ഒരു നല്ല സെറ്റ് പീസ് ടേക്കർ ഇല്ല എന്ന അവസ്ഥയാണ്. കഴിഞ്ഞ കളികളിൽ എയ്മനാണ് സെറ്റ് പീസ് എടുത്തത്. എന്നാൽ എയ്മന്റെ സെറ്റ് പീസുകൾ മിക്കതും എഫക്റ്റീവ് ആയിരുന്നില്ല. എയ്മന് ശേഷം കളത്തിലേക്ക് ഇറങ്ങിയ സൗരവും നമ്മളെ നിരാശപ്പെടുത്തി. അവരുടെ സെറ്റ് പീസുകൾ ഒട്ടും ആക്യുറേറ്റ് അല്ലായിരുന്നു. ISL ഏറ്റവും കൂടുതൽ കോർണറുകൾ തരുന്ന ടീമുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. സെറ്റ് പീസുകൾ എഫക്റ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പന്ത് അവിടെ വരെ എത്തിച്ചതിന്റെ ഫലം നമുക്ക് ലഭിക്കാതെ പോകുന്നു. ഇതിലുപരി ഭയപ്പെടേണ്ട ഒന്നാണ് ഡിഫൻസീവ് സെറ്റ് പീസുകൾ, എസ്പെഷ്യലി ഫ്രീ കിക്ക്. എതിർ ടീം ഫ്രീ കിക്ക് എടുക്കുന്നു തടയാൻ വേണ്ടി എല്ലാ കളിക്കാരുണ്ട്. പക്ഷെ പന്ത് കൃത്യമായിട്ട് എതിർ ടീം സ്ട്രൈക്കറുടെ തലയിൽ തന്നെയാണ് ലാൻഡ് ചെയ്യുന്നത്. അതിനന്നും ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് സെറ്റ് പീസുകൾ ഡിഫെൻഡ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മാർക്കിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. ഇവ 3ഉം ചേർത്ത് വെച്ചുകൊണ്ട് സീക്വൻസ് നമുക്ക് നോക്കാം. 43ാമത്തെ മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്ന ഒരു ഫ്രീ കിക്ക് എയ്മൻ എടുക്കുന്നു. അവിടെ ഒരു സിംഗിൾ മാൻ വാളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ തട്ടി പന്ത് തെറിക്കുകയാണ്. ബോൾ നമുക്ക് തന്നെ ലഭിക്കുന്നു, പക്ഷെ പുറകോട്ടേക്ക് കളിക്കുന്നു. ഒടുവിൽ സച്ചിൻ സുരേഷ് ആ പന്ത് ക്ലിയർ ചെയ്യുകയാണ്. ക്ലിയർ ചെയ്ത പന്തോ ഒരു MBSG അറ്റാക്ക് എന്ന രീതിയിൽ തിരിച്ചു വരികയാണ്. നമ്മുടെ ഡിഫൻഡേഴ്സ് പൊസിഷൻഡ് ആയിരുന്നില്ല, കാരണം ഒരു സെറ്റ് പീസ് സിറ്റുവേഷൻ ആണ്. ഡിഫൻഡേഴ്സ് സെറ്റ് ആവുന്നതിന് മുമ്പേ ഫീൽഡിന് ഉള്ളിലേക്ക് പന്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പന്ത് ഡിഫൻസിന്റെ പുറകിലേക്ക് ഓടുന്ന ഹ്യൂഗോ ബോമസിലേക്കാണ് എത്തുന്നത്. അപ്പോഴാണ് അസർ ഓടി വന്ന് അക്രോബാറ്റിക്കലി ആ പന്ത് അടിച്ച് എയറിലേക്ക് ക്ലിയർ ചെയ്യുന്നത്. അത് കണ്ട ഹ്യൂഗോ ബോമസിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, ഛേ ഇവനിത് എന്തോന്ന്. പക്ഷെ അസർ അവിടെ നിൽക്കുന്നില്ല. ക്ലിയർ ചെയ്ത പന്ത് അസർ തന്നെ കളക്ട് ചെയ്യാൻ പോകുന്നു. ദീപക് താങ്ക്രി അടുത്തേക്ക് വരുന്നു ടാക്കിൾ ചെയ്യാൻ വേണ്ടി. പക്ഷേ പന്ത് തല കൊണ്ട് ഹെഡ് ചെയ്ത് കൺട്രോളിലേക്ക് കൊണ്ടുവരികയാണ് അസർ. ദീപക് താങ്ക്രിയും കടത്തിവെട്ടി മുമ്പിലേക്ക് നീങ്ങുന്നു. സെറ്റ് പീസ്, ക്ലിയറിംഗ്, ബോൾ വിന്നിംഗ്, കൗണ്ടർ അറ്റാക്ക്. അസർ അവിടെ നിന്ന് തന്നെ ഫോർമൻ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒരു ത്രൂ ബോൾ നൽകുകയാണ്. എന്നാൽ രാഹുൽ KPക്ക് മീറ്ററുകളുടെ വ്യത്യാസത്തിൽ ആ പന്ത് കളക്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. പക്ഷെ വളരെ എഫക്റ്റീവ് എന്ന് തോന്നുന്ന ഒരു ഗെയിം പ്ലേ തന്നെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. സോ അങ്ങനെ ഗെയിമിന്റെ 2 പാർട്ട് അനാലിസിസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ISLന് ഒരു ബ്രേക്കാണ്. സൂപ്പർ കപ്പാണ് ഇനി വരാനിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കപ്പില്ല ബ്ലാസ്റ്റേഴ്സിന് എന്ന വിഷമം പരിഹരിക്കാൻ ഒരു അവസരമുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഇതായിരിക്കാം. ഏത് ടീമിനെയും ചലഞ്ച് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ശേഷിയുണ്ട്. ഒരു നല്ല സൂപ്പർ കപ്പ് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.